ഈ കിണറ്റിൽപ്പെട്ടുപോയ വീട്ടമ്മയുടെ ധൈര്യമാണ് നമ്മൾ കാണേണ്ടത്. വീട്ടുകാരെ പറ്റിച്ച് 25 തൊടിയുള്ള കിണറ്റിലിറങ്ങി ഒരു രാത്രിയും അരപ്പകലും കഴിച്ചുകൂട്ടിയ വൃദ്ധയായ വീട്ടമ്മ ഒടുവിൽ തിരികെ കയറാൻ പറ്റാതെ വന്നപ്പോൾ പോലീസും ഫയർഫോഴ്സും ചേർന്ന് വീട്ടമ്മയെ കരക്കെത്തിച്ചു. പുനലൂർ കക്കോടാണ് സംഭവം. ഇന്നലെ രാത്രി മുതലായിരുന്നു വീട്ടമ്മയെ കാണാതായത്. ബന്ധുക്കളൊക്കെ പരിസരത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും വീട്ടമ്മയെ കാണാൻ സാധിച്ചില്ല. പിന്നെ ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് വീട്ടമ്മയെ വീടിൻ്റെ സമീപത്ത് മറ്റൊരു വീടിൻ്റെ മുമ്പിലെ കിണറ്റിൽ അകപ്പെട്ടിരിക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എല്ലാരും എനിക്കറിയാണ്ടായി. ഈ പയ്യനെനിക്കറിയാം, ചക്കവളല്ലേ, പിന്നെ ആരെ ഇവരല്ലേ എൻ്റെ കൊണ്ണൻ, ഇവരെല്ലാവരും എനിക്കറിയാം. നാട്ടെ മോനാട്ടെ അജു എല്ലാവരും എനിക്കറിയാം. എൻ്റെ ഓർമ്മകളോട് ആളുകൾ എന്തെങ്കിലും ഒന്ന് വന്ന് വരും. ഒരു മനുഷ്യൻ ഇന്നോടെ അത് പിന്നതാ എനിക്ക് ജോലി ചെയ്യാൻ വയ്യാത്തോണ്ട് ഈ വൃദ്ധയായ അമ്മ ഒരു രാത്രിയും അരപ്പകലും ഈ കിണറിനുള്ളിൽ കഴിച്ചു കൂട്ടുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഫയർഫോഴ്സ് ഇവരെ കരക്കെത്തിച്ചപ്പോൾ വളരെ കൂളായിട്ടാണ് ഈ അമ്മ ഇറങ്ങി വന്നത്. ആരോടും പരിഭവമില്ലാതെ സംസാരിക്കുന്ന നമുക്ക് കാണാം. ഇത്രയും ആരോഗ്യവതിയായി ഇരിക്കുന്നത് കണ്ടപ്പോൾ നാട്ടുകാർക്ക് തന്നെ അതിശയം തോന്നി. പ്രായമുള്ള മനുഷ്യനെ മോനെ എനിക്കറിയാം. മോനെ വേണ്ട, ഞാൻ ബുദ്ധിമുട്ടിച്ചു. ഈ പെണ്ണ് കൊണ്ട് തരുമ്പോ പിന്നെ ഭയങ്കര കഴിവുള്ള ചെറിയ ഞാൻ എന്തായാലും എന്ത് കടപ്പാ. പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. എനിക്ക് ഈ അസുഖമുണ്ടെന്നോട് അങ്ങനെ തൻ്റെ എത്ര പറഞ്ഞാൽ ഒത്തിരി വർഷം കൊണ്ട് മരുന്ന് കഴിച്ച് നടക്കാനും നോക്കാനും വയ്യ. ഈ വെള്ളത്തിൽ കിടന്നാണ്ട് എനിക്ക് ആളിനൊന്ന് കുളിക്കണം. ഞങ്ങളുടെ വീട്ടിലൊക്കെ പയ്യൻ വന്ന് അങ്ങനെ ഇപ്പൊ ചൊറിഞ്ഞുകൊണ്ട് ഇറങ്ങിയിരുന്നോ? നമ്മുടെ പൈസ അവിടെ ഇരുന്നിട്ടേ എനിക്കൊരു കുഴപ്പം പറ്റില്ല. ഞാൻ തന്നെ കുറച്ച് പൈസ പിടിച്ച് മേപ്പോട്ട് കയറുകയും ചെയ്തു. അങ്ങനെ ഇരുന്നേലയോ? പിന്നെ കയറാൻ ശ്രമിച്ചായിരുന്നു? ശ്രമിച്ചായിരുന്നു. നടന്നില്ല. അതിലും പൈപ്പിന്റെ ഇതല്ലയോ, കാല് പിടിക്കത്തില്ല. ഞങ്ങൾ അവർ കിണറ്റിലെല്ലാം നോക്കി എന്നെയാണ്
അവര് കിണറ്റുകളിലെല്ലാം നോക്കി ഇവര് കാണാഞ്ഞപ്പോ ഇന്നലെ രാത്രിയെ കാണാതായി. അവര് അന്നേരം തൊട്ട് പരിശ്രമം നടത്തും. കിണറ്റിൽ നോക്കിയില്ല, ആ കിണറ്റിൽ ഇത് കണ്ടായിരുന്നു ചേച്ചി? ചേച്ചി എങ്ങനെ ഏതവസ്ഥയിലാണ് കാണുന്നത്? ഞങ്ങളിങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലല്ലേ പുള്ളി ഇങ്ങനെ നിൽക്കുക. കാര്യം പറഞ്ഞു. ഞാനല്ല കണ്ട മുമ്പേ ശ്രീദേവിയമ്മ കണ്ടേ. അത് ശബ്ദം കേട്ടോ? ഇല്ല, ഇവര് വന്ന് കിണറ്റി നോക്കി. ഇവര് ഇന്നലെ 7 മണിക്ക് കാണാതായതാ. പയ്യ അവരെ സ്വന്തക്കാരെ വീട്ടിലെല്ലാം വിളിച്ചു. അപ്പൊ പിന്നെ അയലത്തൊക്കെ വന്ന് തിരക്കി. അപ്പൊ എന്റെ വീട്ടിലും വന്ന് തിരക്കി. അങ്ങനെ എന്തുവെന്ന് അറിയാൻ ഞാൻ ഇങ്ങോട്ട് കയറി വന്നതാ. അപ്പോഴും ഇവിടെ ഒരു ബഹളം. അങ്ങനെ ഞാൻ നോക്കിയപ്പോ 7 മണിക്ക് ചാടിയതാന്ന് അവര് പറയുന്നത്. പറഞ്ഞു 7 മണിക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. 7 മണിക്ക് ഇറങ്ങിയാന്ന്.